കണ്ണൂർ ജില്ലയിൽ ചരിത്ര നേട്ടവുമായി കമ്പിൽ മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂൾ. SSLCക്കും ഹയർ സെക്കൻഡറിക്കും 100% വിജയം നേടിയ ജില്ലയിലെ ഏക വിദ്യാലയമാണ് കമ്പിൽ. +2-ന് ഹ്യൂമാനിറ്റീസിൽ അടക്കം 100% വിജയം നേടിയ ഏക പൊതുവിദ്യാലയമെന്ന ഖ്യാതിയും കമ്പിൽ സ്വന്തമാക്കി. ഒരു ദൃഢനിശ്ചയത്തിലായിരുന്നു അവർ. എന്തുവന്നാലും പിറകോട്ടില്ലെന്നുറപ്പിച്ച് മുന്നോട്ടുപോയി. SSLC +2 പരീക്ഷകളിൽ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ വിജയം ആഘോഷിക്കുകയാണിന്ന് കമ്പിൽ മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂൾ. ഒരിക്കൽ പഠനത്തിൽ ഏറ്റവും പിന്നോക്കം എന്ന പേരുദോഷമുണ്ടായിരുന്ന സ്കൂളാണ് ഇന്ന് ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച വിദ്യാലയമായി മാറിയത്. SSLCക്ക് 100% വിജയം നേടിയതിൻ്റെ ഇരട്ടി മധുരമുണ്ട് ഹയർ സെക്കൻഡറിയുടെ 100% വിജയത്തിന്. ഹയർ സെക്കൻഡറിക്ക് 100% വിജയം ജില്ലയിൽ 3 സ്കൂളുകൾക്ക് മാത്രമാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കിരുത്തി 100% വിജയം നേടിയ പൊതുവിദ്യാലയമായി കമ്പിൽ മാറി. ചരിത്ര വിജയമാണ് ഇത്തവണ നേടിയതെന്ന് പ്രിൻസിപ്പൽ K. രാജേഷ്. ഈ വർഷത്തെ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 100% വിജയം നേടിയ കണ്ണൂർ ജില്ലയിൽ 3 വിദ്യാലയങ്ങളുണ്ട്. ആ 3 വിദ്യാലയങ്ങളിൽ ഗവൺമെൻറ് എയ്ഡഡ് വിദ്യാലയം, പൊതുവിദ്യാലയം കമ്പിൽ മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളാണ്. 178 വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കിരുത്തി 178 വിദ്യാർത്ഥികളെയും വിജയിപ്പിച്ച ഏക പൊതുവിദ്യാലയം കണ്ണൂർ ജില്ലയിലെ പൊതുവിദ്യാലയം കമ്പിൽ മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളാണ്. അതുപോലെ മറ്റൊരു പ്രത്യേകത, ഹ്യൂമാനിറ്റീസ് വിഷയത്തിന് 100% റിസൾട്ട് നേടിയ, സംസ്ഥാനത്ത് ഹ്യൂമാനിറ്റീസ് വിഷയത്തിന് 100% റിസൾട്ട് നേടിയ വിദ്യാലയം കൂടിയാണ് കമ്പിൽ മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂൾ. SSLCക്കും +2-നും 100% വിജയം നേടിയ കണ്ണൂർ ജില്ലയിലെ ഏക പൊതുവിദ്യാലയവും കമ്പിൽ മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളാണ്. 10 വർഷത്തിന് മുമ്പ് 50% വിജയം എന്ന നിലയിലായിരുന്നു ഹയർ സെക്കൻഡറി റിസൾട്ട്. അവിടെ നിന്ന് കുതിപ്പ് തുടർന്നു. കഴിഞ്ഞ തവണ 98% വരെ എത്തി. കുട്ടികൾക്ക് വിജയത്തിനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും അധ്യാപകരുടെ നേതൃത്വത്തിൽ നടത്തി. കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ വിദ്യാലയത്തിൻ്റെ റിസൾട്ട് 95% മുകളിലായിരുന്നു. അതിനു മുമ്പേയുള്ള വർഷങ്ങളിലൊക്കെ 50% താഴെ റിസൾട്ട് വന്ന് കണ്ണൂർ ജില്ലയിലെ പിന്നോക്ക വിദ്യാലയങ്ങളിൽപ്പെട്ട ഒരു വിദ്യാലയമായിരുന്നു ഇത്. ഇപ്പോൾ 2015 ശേഷം 95% റിസൾട്ട് എത്തി. കഴിഞ്ഞ 10 വർഷമായി 95% മുകളിലാണ് നമ്മുടെ വിദ്യാലയത്തിൻ്റെ റിസൾട്ട്. അതിൽ 98.5% വരെ റിസൾട്ട് പോയിട്ടുണ്ട്. 100% റിസൾട്ട് നേടുന്നത് ആദ്യമായിട്ടാണ്. പൊതുവേ നല്ല നിലവാരമുള്ള കുട്ടികളാണ് ഈ വിദ്യാലയത്തിൽ അഡ്മിഷൻ നേടുന്നത്. എങ്കിലും ഹ്യൂമാനിറ്റീസ് വിഷയത്തിനാണ് കുറച്ച് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ അഡ്മിഷൻ നേടുന്നത്. അപ്പോൾ ആ കുട്ടികൾക്ക് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഹ്യൂമാനിറ്റീസിന് ഒരു വൈഡ് റീഡിംഗ് ആണ് അത്യാവശ്യം. നമ്മൾ ഈ കോച്ചിങ്ങും സ്പെഷ്യൽ കോച്ചിങ്ങും ഒക്കെ ഒരുപാട് എടുത്തതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. കുട്ടികളത് വായനയില്ല. അപ്പോൾ ആ കാര്യം കൃത്യമായി മനസ്സിലാക്കി കുട്ടികൾക്ക് വായിക്കാനുള്ള സൗകര്യം അത് നമ്മൾ കുട്ടികൾക്ക് കൊടുത്തു. അവസാനത്തെ 2 മാസം പൂർണ്ണമായും വായനാ ക്ലാസ്സായിരുന്നു നടത്തിയത്. അത് അധ്യാപകരുടെ സൂപ്പർവിഷനിൽ, കൃത്യമായ സൂപ്പർവിഷനിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കൃത്യമായ ഇടവേളകളിൽ വായനാ ക്ലാസ് സംഘടിപ്പിച്ചു. കുട്ടികൾ വായിക്കുന്നത് പരിശോധിച്ചു, അത് ശരിക്കും മോണിറ്റർ ചെയ്തു, ഇവാലുവേഷൻ ചെയ്തു. അതിൻ്റെ ഫലം നമ്മൾക്ക് കിട്ടി. ഹ്യൂമാനിറ്റീസ് ബാച്ചിന്റെ 100% വിജയത്തിനും പത്തരമാറ്റ് തിളക്കമുണ്ട്. സംസ്ഥാന ശരാശരിയിൽ തന്നെ കമ്പിൽ ഈ വിഭാഗത്തിൽ മികച്ചു നിന്നു. സ്കൂൾ മാനേജർ PTP മുഹമ്മദ് കുഞ്ഞിയുടെ പിന്തുണയും ഈ മികച്ച വിജയത്തിൽ നിർണായകമായെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. SSLCക്ക് തുടർച്ചയായ 5-ാം വർഷമാണ് 100% വിജയം നേടുന്നത്. പഠനത്തിൽ പിന്നോക്കം എന്ന് കണ്ടെത്തുന്ന കുട്ടികൾക്ക് പ്രത്യേക ക്ലാസ് ഒരുക്കിയാണ് വിജയത്തിലേക്ക് കൊണ്ടുവന്നതെന്ന് പ്രധാനാധ്യാപിക PS ശ്രീജ. അധ്യാപകരുടെ രാപ്പകലില്ലാത്ത ഞങ്ങൾ നൈറ്റ് ക്ലാസ്സൊക്കെ എടുത്ത് വളരെ ജനുവരി 7 മുതൽ തുടങ്ങിയതാണ് നൈറ്റ് ക്ലാസ്. അത് നോമ്പിൻ്റെ തലേ ദിവസം വരെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പരിശ്രമം, നന്നായിട്ടുള്ള പരിശ്രമം അധ്യാപകരുടെ ഭാഗത്തും കുട്ടികളും ആ സമയത്ത് സഹകരിച്ചിരുന്നു. അതിൻ്റെ ഫലമാണ് SSLC റിസൾട്ട്. അതുപോലെ +2-ൻ്റെ കാര്യങ്ങൾ അത് നമുക്ക് ഏറ്റവും അഭിമാനകരമാണ്. കൂട്ടായ്മയുടെ വിജയമാണ് കമ്പിൽ മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂൾ നേടിയതെന്ന് PTA പ്രസിഡന്റ് M. നിസാറും പറഞ്ഞു. അപ്പോൾ നമ്മുടെ കമ്പിൽ സ്കൂളിൻ്റെ ചരിത്രത്തിൽ ഒരു വലിയൊരു നേട്ടമാണ് ഇപ്രാവശ്യം നമുക്ക് ഹയർ സെക്കൻഡറിയിലും +2-ലും ഹൈസ്കൂളിലും ചെയ്യാൻ പറ്റിയത്. 100% എന്താണെന്ന് വെച്ചാൽ ഒരു വലിയൊരു കാര്യമാണ്. സംസ്ഥാനത്ത് തന്നെ 35-36 സ്കൂളിൽ, ജില്ലയിൽ 1-ാം സ്ഥാനത്തും സംസ്ഥാനത്തും 1-ാം സ്ഥാനത്ത് നമുക്ക് നേടാൻ പറ്റി. അതിനുണ്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗം എന്ന് വെച്ചാൽ അധ്യാപകരുടെ ഒരു കൂട്ടായ്മ, രക്ഷിതാക്കളുടെ കൂട്ടായ്മ, അതിലുപരി വിദ്യാർത്ഥികളുടെ ഒരു മൊത്തത്തിലൊരു സപ്പോർട്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വിജയം നല്ല രീതിയിൽ തന്നെ നമുക്ക് നേടാൻ സാധിച്ചത്.
മാത്രമല്ല പിന്നെ അധ്യാപകർ കൃത്യമായിട്ടുള്ള ഒരു പിന്നെ അധ്യാപന രീതി, പിന്നെ കുട്ടികളെ സമയാസമയം എക്സാമിനേഷൻ എല്ലാം കൊണ്ടും തികഞ്ഞ അച്ചടക്കത്തോടുന്നുള്ള സംഭവം നമ്മൾ ഇത് വിജയത്തിന് ഒരു പ്രത്യേക മാറ്റം കൂട്ടുന്നുണ്ട്. ഈ വിജയഗാഥ തുടരുമെന്ന് സ്കൂളിലെ ഇത്തവണത്തെ +2 വിദ്യാർത്ഥികളും പറഞ്ഞു. നല്ലേക്ക് പഠിപ്പിക്കും, നല്ല മാഷറാണ്, എല്ലാവരും ഫ്രണ്ട്ലി ആയിട്ടാണ് എടുക്കുക. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം 100% വിജയമുണ്ട്, അത് ഇപ്രാവശ്യം ഉണ്ടാവും, ഇനി അങ്ങോട്ടും ഉണ്ടാകും. നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഒരു മികച്ച പൊതുവിദ്യാലയം എന്ന് തന്നെ പറയാം. എല്ലാ കാര്യത്തിലും ബെസ്റ്റാണ്, മികച്ചതാണ്. ഇനി അടുത്ത കൊല്ലം നമ്മളാണ്, അതുപോലെ തന്നെ നമ്മളും 100% സ്കൂളിന് കൊടുക്കുന്നതാണ്. എല്ലാവരും നന്നായി പഠിക്കും. കണ്ണൂർ ജില്ലയിലെ മികച്ച പൊതുവിദ്യാലയമാണ് കമ്പിൽ മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂള്. നല്ല സന്തോഷം. അധ്യാപകർ നല്ല അധ്യാപകരാണ്, നന്നായി എടുക്കുന്നതെല്ലാം മനസ്സിലാക്കി തരുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ നന്നായിട്ട് നമുക്ക് പറഞ്ഞു തരാറുണ്ട്. എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്. ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അങ്ങനെ വലിയ സ്ട്രിക്റ്റ് ഒന്നുമില്ല, പക്ഷെ സ്ട്രിക്റ്റ് ആവേണ്ട സ്ഥാനത്ത് സ്ട്രിക്റ്റ് ആവും, അല്ലെങ്കിൽ ഭയങ്കര നല്ലോണം പഠിപ്പിക്കുകയും ചെയ്യും. അധ്യാപകരുടെ മികച്ച ഇടപെടലാണ് ഈ വിജയത്തിന് പിന്നിലെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. 178 കുട്ടികളാണ് +2വിൽ വിജയിച്ചത്. 298 പേർ SSLCക്കും വിജയിച്ചു. സയൻസ് ബാച്ചിൽ 59 പേരും ഹ്യൂമാനിറ്റീസ് ബാച്ചിൽ 60 പേരും കൊമേഴ്സിൽ 59 പേരുമാണ് വിജയിച്ചത്. SSLCക്കും ഹയർ സെക്കൻഡറിക്കും ഒരുപോലെ 100% വിജയം നേടിയ കണ്ണൂർ ജില്ലയിലെ ഏക വിദ്യാലയം കൂടിയാണ് കമ്പിൽ മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂൾ. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.